ഹലോ ഫ്രണ്ട്സ്, എം ഇ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്താ രാവിലെ തന്നെ ഡോറ് തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണ് നമ്മളെ മേറ്റിന് നല്ലൊരു തേള് വന്നിരുന്നത്. പൂച്ച കൊണ്ടുപോയിട്ടതാണെന്ന് കേട്ടോ തോന്നുന്നത്. അപ്പം അങ്ങോട്ട് മുറ്റത്തൊക്കെ ഇറങ്ങിയതൊക്കെ എടുത്ത് ശരിയാക്കി കഴിഞ്ഞിട്ട് മുറ്റത്ത് ഇറങ്ങി നോക്കിയതാണ് എന്തൊക്കെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ മൾബറിൻ്റെ ചെടി ഉണ്ട് കേട്ടോ. മൾബറി ചെടി നല്ല പഴുത്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. വളരെ കുറച്ചായിട്ടുള്ളൂ കേട്ടോ ഇത് വെച്ച് പിടിപ്പിച്ചിട്ട്. 2 മാസമായിട്ടുണ്ടാവുള്ളൂ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചിട്ട്. പക്ഷേ അതിന് ഒരു 5-6 കായ ഞങ്ങൾ പറിച്ച് കഴിച്ചിരുന്നു കേട്ടോ. പെട്ടെന്ന് കായ പിടിക്കുന്നത് ബ്രസീലിയൻ വെറൈറ്റിയാണ് കേട്ടോ. ബ്രസീലിയൻ മൾബറി. പക്ഷേ അധികം പുളിയൊന്നുമില്ല. നമ്മൾ നാടൻ്റെത് മാതിരിയല്ല, പുളിയില്ലാത്ത മധുരം മാത്രമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നീളമുള്ള ടൈപ്പാണ്. ബ്രസീലിയൻ വെറൈറ്റി ആണെന്നാണ് അവർ പറഞ്ഞത് നഴ്സറിക്കാർ. അപ്പോൾ അങ്ങനെ മക്കളെ മദ്രസയിൽ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ പഴമാണ് കേട്ടോ ഒന്ന് വാട്ടി മക്കൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവരിതാ പഴം വാട്ടിയതും ചായയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം ഇന്നൊരു മദ്രസയുള്ള ദിവസമായാലും അവരപ്പോൾ പോകാൻ കേട്ടോ. വണ്ടി വന്നിട്ടുണ്ട്. ഒരു 9 മണി വരെയാണ് കേട്ടോ മദ്രസിൻ്റെ ടൈമുള്ളത്. അപ്പോൾ നമുക്ക് ആ ടൈമിൽ എന്താക്കാം, ഒരു വരുന്നത് വരെ നമുക്ക് നമ്മളെ പണികളൊക്കെ തീർക്കാണ്. അപ്പം രാവിലെ തന്നെ മുറ്റടിച്ചിടാൻ ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ഒന്ന് കാണിക്കുന്നില്ല. ഞാൻ ക്ലീനിങ് മാത്രമാണ്. എല്ലാവരും പെരുന്നാളിനനുബന്ധിച്ചുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ മുറ്റടിയിൽ പരിപാടികൾ കഴിഞ്ഞ് ഇന്നലെ വാഷ് ചെയ്തിട്ട് കുറേ തുണികളുണ്ടായിന് കേട്ടോ, വിരിച്ചിട്ടതുണ്ടായിന്. അതൊക്കെ എടുത്ത് വെക്കാണ്. പെട്ടെന്ന് ഉണങ്ങും. എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. ഇനി അടുത്ത ട്രിപ്പ് നമുക്ക് എന്താക്കണം, അടുത്ത ട്രിപ്പ് വാഷ് ചെയ്യാനുള്ളത് നമുക്ക് ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുത്ത് കൊണ്ടുവന്നിട്ട് അത് ഇടാണ് കേട്ടോ. അപ്പോൾ ഡെയിലി എന്തായാലും വാഷ് ചെയ്യാനുണ്ടാവും മക്കളത്. എന്തായാലും ഇപ്പം സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ മക്കളത് പോലെ കളിച്ച ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്തായാലും വാഷ് ചെയ്യണം. 2-3 കൂട്ടമൊക്കെ കാരണം അയച്ചിടൽ. അപ്പോൾ എന്തായാലും ഡെയിലി വാഷ് ചെയ്യാനുണ്ടാവും. നമ്മളത് അലക്കിയിട്ടാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും എന്തായാലും അത് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മഴ ആകുമ്പോൾ ചെറിയതായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാവും, ഉണങ്ങാനൊരു ചെറിയ പ്രശ്നം. ഇപ്പം ഇനി സ്കൂൾ തുറന്നാലേക്കാരം അതിൻ്റെ ബുദ്ധിമുട്ടറിയില്ല, യൂണിഫോം കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാ ആ പരിപാടികളൊക്കെ തീർത്തിട്ട് ഞാൻ റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഫ്രഷ് എയറൊക്കെ ഒന്ന് വന്നോടെ കുടിക്കണലിൻ്റെ ഇതിൻ്റെലൊക്കെ ഒന്ന് തുറന്നിടാണ്. അപ്പോൾ നല്ല കാറ്റൊക്കെ വന്നോളും. അപ്പോൾ അതാ നമ്മൾ ബെഡ്ഷീറ്റ് ചേഞ്ച് ആക്കണം. 2 ദിവസമായിട്ട് ബെഡ്ഷീറ്റ് ചേഞ്ച് ആക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ആക്കണം. അപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളും ചേഞ്ച് ആക്കുമ്പോൾ വൃത്തിയിലൊന്ന് വിരിച്ചിട്ടാൽ റൂമിൽ നമ്മൾ റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു നല്ലൊരു പോസിറ്റിവിറ്റിയാണ്. നമുക്ക് അടിച്ച് വാരി ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ തന്നെ റൂമിൽ നല്ലൊരു മാറ്റുള്ളതായിട്ട് തന്നെ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റുകയാണ്. ബെഡ്ഷീറ്റ് വെള്ള ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് തന്നെ മക്കൾ ചവിട്ടി കയറുമ്പോൾ നല്ല പണിയുണ്ട് കേട്ടോ. അപ്പോൾ വെള്ള ബെഡ്ഷീറ്റ് വിരിച്ചാൽ ഒരു വൃത്തിയുമാണ്. കാരണം നമ്മൾ ചെറിയ റൂമാണ് കേട്ടോ. അപ്പോൾ ചെറിയ റൂമാകുമ്പോൾ തന്നെ പിന്നെ അധികം പൂവ് അങ്ങനത്തെ ഡിസൈനുള്ള ബെഡ്ഷീറ്റുകൾ ഞാൻ അധികം വാങ്ങലില്ല. പ്ലെയിനായിട്ടുള്ള അപ്പോൾ റൂമിനെ ഒരു വലിപ്പം തോന്നിപ്പിക്കാൻ നമ്മൾ പ്ലെയിനായിട്ടുള്ള ബെഡ്ഷീറ്റ് വാങ്ങുന്നതിനേക്കാളും നല്ലത്. അങ്ങനെ ബെഡ്ഷീറ്റിൻ്റെ പരിപാടികളും റൂമൊക്കെ ക്ലീനാക്കിയിട്ട് അടിച്ച് വരാൻ വേണ്ടി വരും. ആദ്യം സിറ്റ് ഔട്ടിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. രാവിലെ തന്നെ സിറ്റ് ഔട്ടിൽ ഒരു തേളിനെ കണ്ടിരുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ താഴെ പൂച്ച കൊണ്ടുപോയിട്ടതാണ് തോന്നുന്നത്. അപ്പം സിറ്റ് ഔട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. ആരെങ്കിലും പെട്ടെന്ന് കയറി വരുമ്പോൾ നമ്മൾ സിറ്റ് ഔട്ടാണല്ലോ, അപ്പോൾ ആദ്യം അത് ക്ലീൻ ആക്കാം കേട്ടോ. അപ്പം ഇതാ ഇനി റൂമത്തെ കാര്യങ്ങളൊക്കെയാണ്. റൂമിൽ അടിച്ച് വരുന്നത് ബെഡ്ഷീറ്റ് ക്ലീൻ ആക്കിയിട്ടുള്ളൂ. ഇനി ഞാൻ അടിച്ച് വരാണ്. അപ്പോൾ എല്ലാ റൂമുകളും ആകെ 2 റൂമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ആ 2 റൂം അങ്ങോട്ട് ക്ലീൻ ആക്കി ഡൈനിങ് ഹാളും അടിച്ച് വരൽ പരിപാടി അങ്ങോട്ട് കഴിക്കണം കേട്ടോ. പിന്നെ നമ്മളെ വാഷ് ബേസിൻ ഞാൻ ഇന്നലെ ക്ലീൻ ആക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കാണ്. ഡെയിലി വാഷ് ബേസിന് എന്തായാലും ക്ലീൻ ആക്കാൻ കേട്ടോ. മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും അവരോരോന്ന് അതും ഇതൊക്കെ കൊണ്ടുപോയിടും. പിന്നെയെന്ന് വേണമെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഇതിലൊക്കെ പാടുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ഡെയിലി രാവിലെ അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ എന്തായാലും
ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഇരിക്കും കേട്ടോ. നമ്മളെടുത്ത് തന്നെ ആ ബ്രഷും പിന്നെ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണതിൻ്റെ ആ ലിക്വിഡ് തന്നെ മതി കേട്ടോ കഴുകാൻ. അതന്നെ ഇട്ട് നമുക്ക് കഴുകാം കേട്ടോ. അപ്പോൾ അപ്പം തന്നെ നമുക്ക് എന്താക്കും ഓർമ്മ ഉണ്ടാകുമ്പോൾ ക്ലീനാക്കിയാൽ ആ പരിപാടി അങ്ങോട്ട് കഴിയും. അങ്ങനെ വാഷ് ബേസിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഞാൻ തുടക്കൽ പരിപാടി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതും കഴിഞ്ഞു. ഇതൊക്കെ ഒരുപാട് നേരമുള്ളത് സ്പീഡിലാക്കിയിട്ടാണ് കേട്ടോ നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഒരുപാട് നേരം എടുക്കുന്ന പരിപാടിയാണ്. അപ്പം ഇനിയൊന്നും ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നല്ല പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് ക്ലീനിങ്ങിൻ്റെ പരിപാടികൾ മാത്രം. ഇനി ഒരുപാട് വീഡിയോ ഇതുണ്ട് ക്ലീനിങ്ങിൻ്റെ തന്നെ. പെരുന്നാളനുബന്ധിച്ചൊരു വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അന്ന് ചെറിയൊരു പാർട്ട് മാത്രമാണ് ഞാൻ വീഡിയോയിലിട്ടത്. അപ്പം സിങ്ക് പാത്രങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഇതാണ് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയതിന് ശേഷമുള്ള വീഡിയോ ആണ്. അപ്പം സിങ്കൊക്കെ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്, പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.